പൊയ്ക്കോളൂ, സാരമില്ല. നിനക്കെന്താണ് നല്ലതെന്ന് തോന്നുന്നത് അത് ചെയ്തോളൂ, ഞാൻ തടയില്ല. നീ പറഞ്ഞതുപോലെ എനിക്കെന്താണ് സംഭവിച്ചതെന്ന് എനിക്ക് തന്നെ അറിയില്ല. ചതിച്ചവരൊക്കെ ചതിച്ചോട്ടെ, എന്നാലും ഞാൻ എന്തിനാണ് തെറ്റ് ചെയ്യുന്നത്? തടുത്തു നിർത്തിയത് കൊണ്ടോ പിടിച്ചു നിർത്തിയത് കൊണ്ടോ സ്വന്തമാവോ? നിന്റെ അച്ഛൻ എനിക്ക് സ്വന്തമായിരുന്നു, ഇപ്പൊ നീ എനിക്ക് സ്വന്തമാണോ? അഴിച്ചുവിടുന്നതായിരുന്നു ബുദ്ധി. ഒന്നുമില്ലെങ്കിൽ ആ സ്നേഹമെങ്കിലും കിട്ടിയെന്നെ. നീ പേടിക്കണ്ട കുട്ടി, ഞാൻ നിന്റെ അനിയനെയോ നീ അമ്മയെന്ന് വിളിച്ച അവരെ ഒന്നും ചെയ്യില്ല. നിന്റെ അച്ഛന്റെ ആത്മാവിന് ശാന്തി കിട്ടാനൊന്നുമല്ല, എനിക്ക് കുറച്ച് ശാന്തി വേണം. അതിനാ. പൊയ്ക്കോളൂ, പോവാണെന്ന് പറയാനെങ്കിലും നീ എന്റെ മുന്നിലേക്ക് വന്നില്ലേ? എനിക്കത് മതി. ഇല്ല, ഞാൻ പോവില്ല. ഇത്തിരി വേദനിച്ചിട്ടാണെങ്കിലും എനിക്ക് എന്റെ അമ്മയെ തിരിച്ചു കിട്ടിയല്ലോ. ഞാൻ എവിടെയും പോവില്ല. അമ്മയ്ക്കിനി ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട്. നിന്റെ അച്ഛൻ സ്നേഹിച്ചവരല്ലേ അവര്? എന്തൊക്കെയാണ് ചെയ്തു പോയതെന്ന് അമ്മയ്ക്ക് തന്നെ അറിയില്ല. എനിക്കവരെ കാണണം. ഒറ്റയ്ക്ക് ചെല്ലാൻ മനസ്സനുവദിക്കുന്നില്ല. ഈ സമയം വരെ ആലോചിച്ചിട്ടും കൂട്ടിനൊരാളെയും കിട്ടുന്നുമില്ല. മോള് അമ്മയുടെ കൂടെ വരുമോ? വിഷമം തോന്നില്ലെങ്കിൽ അനുവിനെ 2 തവണ അവിടേക്ക് കൊണ്ടുപോയത് ഞാനാ. അമ്മയ്ക്ക് ഇഷ്ടമാണെങ്കിൽ ഒരിക്കൽ കൂടി വരാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ. അമ്മ പോവണ്ട. മോൻ ഉറങ്ങിക്കോളൂ, കുറച്ചുകൂടി കഴിഞ്ഞാ അമ്മ മോന് മരുന്ന് തരാം. അമ്മ പോവണ്ട. നമുക്ക് അച്ഛൻ്റെ അടുത്ത് പോവാം. അച്ഛനെ കണ്ട ആരും തല്ലാൻ വരില്ല. മോൻ പേടിക്കണ്ട, ഇനി ആരും വരില്ല. അതിനു മുമ്പ് നമുക്ക് പോവാട്ടോ. അമ്മ മോനെ കൊണ്ടുപോവാം. അച്ഛൻ്റെ അടുത്ത് കൊണ്ടുപോവോ? കൊണ്ടുപോവാം. മോൻ ഉറങ്ങിക്കോ. അവനെ സമാധാനിപ്പിക്കാൻ എനിക്കൊരു വഴി കാണിച്ചു തരൂ. ഒരു വഴി കാണിച്ചു തരൂ. രണ്ടു ദിവസത്തെ അവധിയല്ലേ ചോദിച്ചിരുന്നുള്ളൂ. നമ്മൾ എത്തുന്നതിന് മുൻപേ തുറക്കൂ, തുറക്കൂ, ഞാനൊന്നും ചെയ്യില്ല. വരരുത്, ഇങ്ങോട്ട് വരരുത്. ഇനി ഞങ്ങൾ ഉപദ്രവിക്കരുത്. വന്നാ ഈ വിളക്കൊണ്ട് ഞാൻ എന്നെ തന്നെ കത്തിക്കും. വരരുത്, അടുത്തേക്ക് വരരുത്. ഞാൻ ഉപദ്രവിക്കാൻ വന്നതല്ല, സത്യമായി ഉപദ്രവിക്കാൻ വന്നതല്ല. ഇല്ല, എനിക്ക് വിശ്വാസമില്ല. ഇല്ല, ഞാൻ തോറ്റു. എന്നാലും ആ തോൽവിക്കൊരു സുഖമുണ്ട്. എനിക്ക് മാപ്പ് തരണം. എങ്ങനെയൊക്കെ വേദനിപ്പിച്ചോ അതിനെല്ലാം മാപ്പ് തരണം. നിങ്ങളെ എന്റെ ഭർത്താവ് സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെതായ എന്തൊക്കെയോ
എന്നിൽ ആ മനുഷ്യനെ നഷ്ടപ്പെട്ട് കാണും. അതിന് നിങ്ങളെ ശത്രുവായി കണ്ടിട്ട് എനിക്കെന്ത് മോക്ഷം കിട്ടാനാണ്? എവിടേക്കും പോവാൻ ഞാൻ പറയില്ല. നിങ്ങൾക്കും കുഞ്ഞിനും ഇവിടെ തന്നെ താമസിക്കാം. ഇത് നിങ്ങളുടെ വീടാണ്. ആത്മാവുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. ഇനി ഉണ്ടെങ്കിൽ ഞാൻ കാരണം ആ ആത്മാവ് വേദനിക്കണ്ട, സന്തോഷിക്കട്ടെ. കുഞ്ഞെവിടെ? മോനെ, അയ്യോ, എന്നെ അമ്മേനെ ഒന്നും ചെയ്യല്ലേ, എന്നെ ഒന്നും ചെയ്യല്ലേ, എന്നെ വിട്ടേക്ക്, എന്നെ വിട്ടേക്ക്. അച്ഛാ, അച്ഛാ, മോനെ, മോനെ, ശ്രീകുട്ടാ, മോനെ, മോനെ, ശ്രീകുട്ടാ, മോനെ, ശ്രീകുട്ടാ, അവിടെ നിൽക്ക്. മോനെ, ശ്രീകുട്ടാ, നിക്ക്. മോനെ, ഓടല്ലേ. മോനെ, നിക്ക്. എന്നെ തല്ലാൻ വരല്ലേ, അച്ഛാ, അച്ഛാ, അയ്യോ, അച്ഛാ, ശ്രീകുട്ടാ, അവിടെ നിൽക്ക്. ശ്രീകുട്ടാ. അച്ഛാ, മോനെ, നിക്ക്. ഞാനൊന്നും ചെയ്യില്ല. നിൽക്ക്. വേണ്ട. വേണ്ട, മോനെ, വേണ്ട. വേണ്ട, ഇങ്ങോട്ട് വരണ്ട. മോനെ, പിന്നിലോട്ട് പോലെ. മോനെ, അവിടെ നിക്ക്. മോനെ, 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 വേണ്ട. പോലെ മോനെ. അയ്യോ, അച്ഛാ, മോനെ, 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 അച്ഛാ, മോൻ എങ്ങനെ അവിടെ? ഞാൻ അച്ഛനെ കണ്ടല്ലോ. അച്ഛനെ എന്നെ അവിടെ കടത്തിയത്. ഇതേ നോക്ക്, അച്ഛന്റെ മണം.